Okay, dear students, good morning. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രീസ് ആണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആണ്. നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻ എന്നുള്ള പേപ്പറിൽ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇൻഡസ്ട്രീസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. എന്തൊക്കെയാണ് ഇതിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഓൺ ദി നേച്ചർ ഓഫ് ആക്ടിവിറ്റീസ്, എക്സ്ട്രാക്റ്റീവ് ബിസിനസ് ആൻഡ് ജെനറ്റിക്, അല്ലേ, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ആൻഡ് ജെനറ്റിക് ഇൻഡസ്ട്രീസ് ആൻഡ് മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നു. ഓൺ ദ ബേസിസ് ഓഫ് നാച്ചുറൽ ആക്ടിവിറ്റി, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്, ജെനറ്റിക് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്, ആൻഡ് ദ ബേസ് ഓഫ് നേച്ചർ ഗുഡ്സ് പ്രൊഡ്യൂസർ, അല്ലേ, അതായത് കൺസ്യൂമർ പ്രൊഡ്യൂസർ ഗുഡ് ഇൻഡസ്ട്രീസ് ഉണ്ട്. എന്തൊക്കെ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഉള്ളത്? കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഉണ്ട്, പ്രൊഡ്യൂസർ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഉണ്ട്, ഹെവി ഇൻഡസ്ട്രീസ് ഉണ്ട്, ലൈറ്റ് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഹെവി ഉണ്ട്, ലൈറ്റ് ഉണ്ട്, അതൊന്നും മിസ് ഇതിൽ എഴുതിയില്ല. ഇതിൽ എക്സ്ട്രാക്റ്റീവിൽ വരുന്നതാണ് മൈനിങ്ങും ഫാമിങ്ങും ഫിഷിങ്ങും ക്വാറിയിങ്ങും, അല്ലേ. മൈനിങ് ഫാം നമുക്കറിയാമല്ലോ, ഫാമിങ്ങിലെ നമ്മുടെ കൃഷിയൊക്കെ വരുന്നത്. ജെനറ്റിക് ഇൻഡസ്ട്രിയിൽ വരുന്ന കാറ്റിൽ കൾച്ചറൽ, കന്നുകാലി വളർത്തലും കന്നുകാലിയുടെ മേയ്ക്കലും വളർത്തലൊക്കെ. ദെൻ മാനുഫാക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ വരുന്നതാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്, അല്ലെ. കൺസ്ട്രക്ഷൻ വർക്ക്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്ക്, അതൊക്കെ ബിസിനസ്സായിട്ട് റിലേറ്റഡ് ആണ്. ഇതെല്ലാം വരുന്നത് എന്തിലാണ്? മാനുഫാക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഇതിലാണ് വരുന്നത്. ഓക്കെ, ദെൻ എന്താണ് ഇൻഡസ്ട്രി നമുക്ക് നോക്കാം. ആസ് യു ഹാവ് ലേൺഡ്, ഇൻഡസ്ട്രി റെഫേഴ്സ് ടു പാർട്ട് ഓഫ് ബിസിനസ്. നമുക്കറിയാം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അതൊരു വ്യവസായം. നമ്മൾ മലയാളത്തിൽ പറയാം എന്താണ്? വ്യവസായം, അല്ലേ. വ്യവസായവൽക്കരണമൊക്കെ എവിടെയാണ് നടന്നത്? നമുക്കറിയാം ഇംഗ്ലണ്ടിൽ, അല്ലേ. വ്യവസായവൽക്കരണം, ഇൻഡസ്ട്രീസ്, അതൊരു നമ്മുടെ ഗ്രോത്തിൻ്റെ എക്സാമ്പിളാണ്, അല്ലേ. നമ്മുടെ ഒരു എന്താ പറയുക, ഗ്രോത്ത് എന്ന് നമ്മുടെ വളർച്ചയുടെ എക്സാമ്പിളാണ് എന്ത്? ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ. അതായത് ഇൻഡസ്ട്രി പലതരം ഇൻഡസ്ട്രിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടല്ലേ, നമ്മുടെ കരകൗശല ഇൻഡസ്ട്രീസ് ആണ്. പിന്നെ ഹൗസ് ഹോൾഡ് ഉണ്ടാക്കുന്ന, വീട്ടിലുണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്. പിന്നെ ഫർണിച്ചറിന് ഇൻഡസ്ട്രീസ് ഉണ്ട്, അതായത് മരം കൊണ്ട്, കാർപ്പൻറ്റേഴ്സിലെ മരം കൊണ്ട് ഇൻഡസ്ട്രീസ്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ധാരണ, ഇഷ്ടം പോലെ ഇൻഡസ്ട്രീനെ പറ്റി എഴുതാൻ പറഞ്ഞാൽ എസ് എഴുതാൻ നിങ്ങൾക്ക് എഴുതാം. ജസ്റ്റ് ഇൻഡസ്ട്രി, യു ഹാവ് ലേൺ ഇൻഡസ്ട്രി റെഫർ ടു ദാറ്റ് പാർട്ട് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് വിച്ച് ഈസ് കൺസേൺ വിത്ത് ദി പ്രൊഡക്ഷൻ വാണ്ട് ഓഫ് അതായത് സാറ്റിസ്ഫൈങ് ഗുഡ്സ് ത്രൂ ദ യൂട്ടിലൈസേഷൻ അവൈലബിൾ മെറ്റീരിയൽ റിസോഴ്സസ്. നമുക്ക് അവൈലബിൾ ആയ മെറ്റീരിയൽ റിസോഴ്സ് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കുന്ന ആ ഒരു ബിസിനസ് സിറ്റുവേഷനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതൊരു വ്യവസായം എന്ന് പറയുന്നത്. ഇൻഡസ്ട്രി യൂട്ടിലൈസ് ദ നാച്ചുറൽ റിസോഴ്സസ്. ഇൻഡസ്ട്രി എന്തൊക്കെയാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യുന്നത്? ഏത് യൂട്ടിലൈസ് ദ നാച്ചുറൽ റിസോഴ്സസ്, നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടും മരങ്ങളിലെ നമ്മൾ കാട്ടിൽ, എക്സാമ്പിൾ എന്താ, മരങ്ങൾ നമ്മൾ കാട്ടിൽ നിന്നും വെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നു. ഇറ്റ്സ് ആൻ ഇൻഡസ്ട്രിയൽ. എന്ത് ഇൻഡസ്ട്രിയലാണ്? ഇറ്റ്സ് എ ഫോറസ്റ്റ് ഇൻഡസ്ട്രി, ഫർണിച്ചർ എന്നൊക്കെ പറയാം, അല്ലേ. ഇൻറ്റീരിയൽ വർക്ക് ചെയ്യുന്നില്ലേ നമ്മൾ വീടിനൊക്കെ ഇപ്പോൾ ഫുൾ മരങ്ങൾ വീടുണ്ടാക്കുന്നു. അതൊക്കെ ഇൻഡസ്ട്രിയൽ വർക്കിംഗ് ആണ്. അതായത് മരം അതൊരു ഇൻഡസ്ട്രിയലാണ്. ഓക്കെ, ഇറ്റ്സ് എ നാച്ചുറൽ റിസോഴ്സസ്, അല്ലേ. അത് എന്താണ്? പ്രകൃതി വിഭവമാണ് മരം എന്ന് പറഞ്ഞാൽ, കാട്ടിൽ നിന്ന് മരം വെട്ടിയൊക്കെ ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി എയിംസ് എൻഷുറിങ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ദാറ്റ് വിച്ച് ഈസ് സ്യൂട്ട്സ് അവർ ഒബ്ജക്ട്സ്. അത് നമ്മൾ ഗുഡ്സിനെ സപ്ലൈ ചെയ്യാണ്, നമ്മൾ പ്രധാനവൽക്കരിക്കുക. എന്താണ് പ്രധാനം? നമ്മുടെ കയ്യിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അളവാണ് പ്രധാനം. ആ പ്രധാനം സപ്ലൈ നമ്മൾ എന്ത് ചെയ്യും? വിൽക്കുന്നു, സെല് ചെയ്യുന്നു, അല്ലേ. നമ്മളെ കയ്യിൽ എത്രയാണോ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇത് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇറ്റ്സ് കോൾഡ് സപ്ലൈ. ഈ സപ്ലൈ നമ്മൾ എന്ത് ചെയ്യുന്നത്? സെല് ചെയ്യുമ്പോൾ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നു? വാങ്ങുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ബിസിനസ് ഡീൽ ചെയ്യുന്നു. അങ്ങനെ അത് ഒരു ഹോൾ ട്രേഡ് ആൻഡ് ഹോൾ പ്ലേസിൽ അത് നടക്കുമ്പോൾ ജസ്റ്റ് അത് ഇൻഡസ്ട്രി ആയിട്ട് വളരുന്നു, അല്ലേ. അവിടെ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ആയി വളരുന്നു. ഇനിയിപ്പോൾ ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ സെല് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഗ്രോത്തിൽ, അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ആ ഒരു കാറ്റഗറി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഗ്രോത്ത് ആരംഭിക്കുന്നു. അതെന്തിൻ്റെ ഗ്രോത്ത് തന്നെയാണ്? ഇൻഡസ്ട്രീൻ്റെ ഗ്രോത്ത് തന്നെയാണ്. ദാറ്റ്സ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്നൊക്കെ പറയും. അതിലേക്ക് നമ്മൾ പോകുന്ന സ്റ്റെപ്പാണ് എന്ത്? ഈ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് അതിൻ്റെ കൺസ്യൂമേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് മനസ്സിലാക്കി അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? സെല്ല് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നു? ഒരു ബിസിനസ് നടക്കുന്നു. ആ ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് എന്ത് നടക്കുന്നത്? ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്നതെന്നാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. There is another explanation of industry. Under the second explanation, industry means group of factories usually specializing in particular product
പ്രൊഡക്റ്റ് ലൈൻ. അതായത് മീൻസ് ഇപ്പം പറഞ്ഞതൊരു ഇൻഡസ്ട്രിയാണ്. നെക്സ്റ്റ് വേറൊരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ ചില ഫാക്ടറികൾ ചില ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്നു. സോപ്പ് അല്ലേ, എക്സാമ്പിൾ നമുക്ക് സോപ്പ് എടുക്കാം, അല്ലെങ്കിൽ പാല്, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ്സ് മാത്രം, മീൻസ് ഒരു സപ്ലൈ മാത്രം എന്തായിരിക്കും, ഒന്നുകിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് അല്ലെങ്കിൽ ഷാമ്പു, നമ്മൾ ഉപയോഗിക്കുന്ന മൊത്തം ഈ കോൾഗേറ്റ്, രാവിലെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ബിസിനസ് ഇൻഡസ്ട്രീസിൽ ആയിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ വാഷിംഗ് സോപ്പ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, വാഷിംഗ് പൗഡറൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പല ഘട്ടങ്ങളായിട്ട് കാറ്റഗറീസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് അത് എന്തായി പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ, വാഷിംഗ് സോപ്പ്. അതൊരു ഇൻഡസ്ട്രി, അതൊരു ഫാക്ടറിയിൽ, അത് വാഷിംഗ് സോപ്പ് ഫാക്ടറി എന്നൊക്കെ പേര് തന്നെ അല്ലേ, കാരണം വാഷിംഗ് സോപ്പ് മാത്രം പ്രൊഡക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് വാഷിംഗ് സോപ്പ് ഫാക്ടറി. അത് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, സ്പെഷ്യലൈസിങ് ഇൻ എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, ദർ ഇസ് അനദർ എക്സ്പ്ലനേഷൻ ഓഫ് ബിസിനസ് ഇൻഡസ്ട്രി. ഫോർ എക്സാമ്പിൾ എ ഫാക്ടറി means a group of factory usually specializing at a particular product, that is, for example, എന്തോ ആവാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാവാം. For example, all the factories which produce firstly collecting called industry. Similarly, all automobile factory together constitute. അതായത് അതന്നെ നമ്മൾ ഏതെങ്കിലും ഫെമിലിയർ എല്ലാവർക്കും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിരിക്കും അവർ പ്രൊഡക്ഷൻ ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നതും അത് കൺസ്യൂമർക്ക് കൊടുക്കുക. ഇതും എന്താണ്, ഇറ്റ്സ് എ ഇൻഡസ്ട്രി എന്ന് പറയുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി നമ്മൾ ഇത് പറഞ്ഞു. ദെൻ ജെനറ്റിക് ഇൻഡസ്ട്രി, കാറ്റിൽ, അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൺ ആക്ടിവിറ്റീസ് അല്ലേ. ഹ്യൂമൺ ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു, നോൺ എക്കണോമിക്കും എക്കണോമിക്സ് ആയിരുന്നു നോക്കുക. അതായത് ആക്ടിവിറ്റീസ് ഇതാ, വിച്ച് കാറ്റഗറി ഇൻഡസ്ട്രി ടു ഫോളോയിങ് ആക്ടിവിറ്റീസ് ബിലോങ് കാറ്റഗറി ഓഫ് ഇൻഡസ്ട്രി. അതായത് ആക്ടിവിറ്റീസിന് എക്സാമ്പിൾ ചോദിക്കും, എക്സാമിന് എന്തൊക്കെ ഹ്യൂമൺ ആക്ടിവിറ്റീസിന് എക്സാമ്പിൾ ചോദിക്കുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. ഫിഷിംഗ് ഇൻ ദ സീ, റൈസിങ് ദ കോൾ ഓഫ് ദ മൈൻ, വീവിങ് ഓഫ് ദ ക്ലോത്ത് അല്ലേ, ക്ലോത്ത് ഉണ്ടാക്കുന്നത്, വീവിങ് വീവിങ് തുന്നിയിട്ട് അല്ലേ, ക്ലോത്തൊക്കെ തുന്നൽ വ്യവസായം. ഫിഷിംഗ് ടു ദ സീ, മീൻ പിടിക്കാൻ പോകുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ദ ഡാം, ഒരു ഡാം കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. ഇതൊക്കെ എന്താ ആക്ടിവിറ്റീസ് ആണ്, ഹ്യൂമൻ ആക്ടിവിറ്റീസിന് എക്സാമ്പിൾസ് ആണ് മിസ് പറയുന്നത്. കാറ്റിൽ ബ്രീഡിംഗ്, ഡെവലപ്മെന്റ് ഓഫ് റെയിൽവേ ട്രാക്ക്, പ്രൊഡ്യൂസിങ് ആൻഡ് റെയിൽ എഞ്ചിൻ, ഡെവലപ്പിംഗ് റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കുന്നത്, ഒക്കെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് നമുക്ക് കോമേഴ്സ്. എന്താണ് കോമേഴ്സ്? യു ഹാവ് ലേൺ ടു ബിസിനസ് ആക്ടിവിറ്റീസ് ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ്. അത് ബിസിനസ് ആക്ടിവിറ്റി മെയിൻലി ടു കാറ്റഗറീസ് ഇൻ ദാറ്റ് ഏരിയ. വൺ ഈസ് ഇൻഡസ്ട്രി ആൻഡ് സെക്കൻഡ് ഈസ് കോമേഴ്സ്. ഇൻഡസ്ട്രീനെ രണ്ടായി തരം, കോമേഴ്സ് ഓക്കെ, കൊമേഴ്സിനെ രണ്ടായി തരംതിരി. യു ഹാവ് ലേൺ ദാറ്റ് ദ ബിസിനസ് ആക്ടിവിറ്റീസ്, അതായത് ബിസിനസ് ആക്ടിവിറ്റീസിനെയാണ് രണ്ടായി തരംതിരിച്ചിരിക്കുന്നത്. ദർ ഈസ് ടു കാറ്റഗറീസ് ഇൻ ബിസിനസ് ആക്ടിവിറ്റീസ്. ദ വൺ ഈസ് ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ്. നിങ്ങൾ മാറിപ്പോയത്, ബിസിനസ് ആക്ടിവിറ്റീസിനെയാണ് രണ്ടായി തരംതിരിച്ചിരിക്കുന്നത്, ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ്. Okay, satisfying goods and services. Unless the goods and services are made available to those who need them. ആർക്കാണോ നീഡ് വേണ്ടത്, ആവശ്യത്തിന് വേണ്ടത്, അവർക്കാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉൽപ്പാദിപ്പിക്കുന്നത്. യു മേ ഫുൾഫിൽ ദെയർ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു, ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് ദ സാറ്റിസ്ഫൈങ് ഹ്യൂമൻ വാണ്ട്സ്. നമ്മൾ മനുഷ്യൻ്റെ വാണ്ട്സ്, ഹ്യൂമൻ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്. നമ്മൾ എപ്പോഴും പറയാറില്ലേ, നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ദ റിസോഴ്സസ് ഇസ് ലിമിറ്റഡ് ആൻഡ് ദ ഹ്യൂമൻ വാണ്ട്സ് are unlimited. Okay, therefore the goods produced by the industry should be made available of the smooth of inherent place of commerce elements of these above resources ഒക്കെ എന്താണ്, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആണ്. അപ്പോൾ മാക്സിമം റിസോഴ്സ് സ്കേഴ്സിറ്റി ആയത് നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കുക, വെൻ ക്ലാസിഫൈ ദ ഫോറിൻ ട്രേഡ് ഇൻ 3 കാറ്റഗറീസ്. ഫോറിൻ ട്രേഡ് നമ്മൾ, അതും വ്യവസായമാണ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിസിനസ് ഓർഗനൈസേഷനാണ്, അതിൽ വരുന്നത് ഇൻഡസ്ട്രീസ് ആണ്, അതിൽ വരുന്നത് ട്രേഡ് ഇൻ ടു 3 കാറ്റഗറി. അതായത് വി ക്യാൻ ക്ലാസിഫൈ ദ ഫോറിൻ ട്രേഡ് ഇൻ 3 കാറ്റഗറീസ്. ഫസ്റ്റ് ഇമ്പോർട്ട് ട്രേഡ് ആൻഡ് എക്സ്പോർട്ട് ട്രേഡ് ആൻഡ് റീ എക്സ്പോർട്ട് ട്രേഡ്. ഇമ്പോർട്ട് ട്രേഡ് നമുക്കറിയാം, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടർ കയറ്റുമതി, ഇമ്പോർട്ടർ ഇറക്കുമതി അല്ലേ. എന്ത് എക്സ്പോർട്ട് ചെയ്യുന്ന, വി ആൻഡ് കൺട്രി സെൽ ഗുഡ്സ് അനദർ കൺട്രി
നമ്മൾ മറ്റുള്ള കൺട്രികൾക്ക് വിൽക്കുന്നതിനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നതിന്. ഇമ്പോർട്ട്, വി ആർ കൺട്രി ബൈസ് ഗുഡ്സ് ഫ്രം അനദർ. നമ്മൾ വാങ്ങുന്ന മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നതിന് ഇമ്പോർട്ട് എന്നും നമ്മൾ വിദേശ രാഷ്ട്രങ്ങൾക്ക് വിൽക്കുന്നതിനെ എക്സ്പോർട്ട് എന്നും പറയുന്നു. റീ എക്സ്പോർട്ട്, ദിസ് ഈസ് കോൾഡ് export trade when the goods are imported one country and same are exported the another country. നമുക്ക് വേറെ ഇതിലേക്ക് വിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്സ് ആണ് ട്രേഡ് നമ്മൾ പറഞ്ഞു. അതിലാണ് പിന്നെ ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡിൽ തന്നെ പലതരം ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്സ് ആണ്. അതിൽ ട്രേഡ് എത്ര തരമുണ്ട്? ഹോൾസെയിൽ ട്രേഡ്, റീറ്റെയിൽ ട്രേഡ്, എക്സ്പോർട്ട് ട്രേഡ് ആൻഡ് ഇമ്പോർട്ട് ട്രേഡ് ആൻഡ് റീ എക്സ്പോർട്ട് ട്രേഡ്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്, ബാങ്കിങ്, ഇൻഷുറൻസ് ആൻഡ് അഡ്വർടൈസിങ്. ഓക്കെ, നെയിം ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. നമുക്ക് ഇതിൽ പ്രൊജക്റ്റോ അങ്ങനെ എന്തെങ്കിലും എക്സാമ്പിളൊക്കെ ചെയ്താൽ നെയിം ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസിന് നെയിമൊക്കെ നമുക്ക് കൊടുക്കാം. അതായത് എന്തൊക്കെ കൊടുക്കാം? ട്രേഡ് ആൻഡ് കൺസ്, ബൈയിങ് ഓഫ് ഗുഡ്സ് ആൻഡ് ട്രൂ. അതായത് ഓർഗനൈസേഷൻ, നമ്മളെ പേപ്പർ എന്താണ് ബിസിനസ് ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ് ഓർഗനൈസേഷൻ? വി ഹാവ് ടു ലേൺ അബൌട്ട് ബിസിനസ് ആക്ടിവിറ്റി, വേരിയസ് ടൈപ്സ് ഓഫ് ബിസിനസ്. നമ്മളെല്ലാം വേരിയസ് ടൈപ്പ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി ചർച്ച ചെയ്തു. ഇൻഡസ്ട്രി പറഞ്ഞു, ട്രേഡ് പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞു, ബാങ്കിങ്. ഇതൊക്കെ എന്താണ്? ഓരോ ഇൻഡസ്ട്രിയൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്, ഇൻഡസ്ട്രിയലും ആണ്. ആൻഡ് വാട്ട് ആർ ദ ബിസിനസ് ആക്ടിവിറ്റി യു മേ ബി കീപ്പ് അപ്പ് മേക്ക് ആൻഡ് യു ഹാവ് ബ്രിങ് ടുഗദർ വേരിയസ് റിസോഴ്സസ് ലൈക്ക് ക്യാപിറ്റൽ, മെഷീനറി, റോ മെറ്റീരിയൽസ്, ലേബർ ആൻഡ് ടെക്നീഷ്യൻസ്. നമുക്കൊരു ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകണമെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് like capital. Okay, one is capital, the second is machinery, third is raw material, fourth is labor and fourth is technicians. ഇതൊക്കെ ഉപയോഗിക്കാൻ ആരും വേണം? ഇതൊക്കെ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ, മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യാൻ ആര് വേണം? മെഷീൻസും വേണം, മെഷീഷ്യൻസും വേണം അല്ലേ? ടെക്നീഷ്യൻസ് വേണം. ടെക്നീഷ്യൻസ് ഉണ്ടെങ്കിൽ അത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പ്രവർത്തിപ്പിക്കാനും പറ്റും. ആൻഡ് ഫോർ എക്സാമ്പിൾ ടേക്ക് ദ കോഴ്സ് ഓഫ് ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ. ഇതിൽ എക്സാമ്പിൾ കൊടുത്തത് ടെക്സ്റ്റൈലാണ്, ഷോപ്പിംഗ്. ഓക്കെ, ലാൻഡ്, കൺസ്ട്രക്ട് ആൻഡ് ബിൽഡിങ്സ്, മെഷീനറി, ഇൻഡസ്ട്രിയൽ തീം, അതൊക്കെ അങ്ങനെ തന്നെ പോവാം. നെക്സ്റ്റ് കീവേഡ്സ്. അഡ്വർടൈസിങ് നമ്മൾ പഠിച്ചു, എയ്ഡ്സ് ഓഫ് ട്രേഡ് പഠിച്ചു, ബാങ്കിങ് പഠിച്ചു. ഇത് കീവേഡ്സ് ആണ്, മീൻസ് ലാസ്റ്റ് കീവേഡ്സ്. എയ്ഡ്സ് ഓഫ് ട്രാങ്ക്, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ് ഓർഗനൈസേഷൻ എന്തൊക്കെ വേണമെന്നൊക്കെ നമ്മൾ നോക്കി. നെക്സ്റ്റ് നമുക്ക് ആൻസർ ടു ദ ചെക്ക് വെക്കും, അതൊക്കെ നമ്മൾ ആൻസർ ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബിസിനസ് ആപ്ലിക്കേഷൻസ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബിസിനസ് ആപ്ലിക്കേഷൻ. എന്താണ് ബിസിനസ് ആപ്ലിക്കേഷൻ എന്താ നോക്കാം. എന്താണ് ബിസിനസ് ആപ്ലിക്കേഷൻ? ആൻഡ് സ്പ്രെഡ്ഷീറ്റ്സ് ആൻഡ് ബിസിനസ് ആപ്ലിക്കേഷൻ. Okay, this is the fifth and final block of the course of computer application in business. Okay, the very objectives: introduction and starting MS and making workshop and organizing charts and graphs. Okay, introduction endana at we track our own budgets and investment to get to start a business. To office we have numerical tasking performed. Okay, this is introduction ആണ് വായിക്കുന്നത്. which may be related to business. ഓക്കെ, ഇൻഡസ്ട്രീസ് നമ്മളിപ്പോൾ അത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഇൻഡസ്ട്രീസ്, മാനുഫാക്ചർ പറഞ്ഞു, കൺസ്ട്രക്ഷനിൽ നമ്മൾ 12 പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു. ജനറ്റിക് ഇൻഡസ്ട്രീസ് പറഞ്ഞൊരു കാറ്റൽ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സ്ട്രാക്റ്റീവ്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക, എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ.